കംബോഡിയയുടെ അതിർത്തിയിൽ വീണ്ടും തായ്ലൻഡിൻ്റെ യുദ്ധവിമാനങ്ങൾ. കംബോഡിയയുമായി അതിർത്തി തർക്കമുള്ള പ്രദേശങ്ങളിലാണ് തായ്ലൻഡ് വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരു തായ് സൈനികൻ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ തായ് സൈന്യം കംബോഡിയൻ സൈന്യത്തെ ആക്രമിച്ചതായി കംബോഡിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജൂലൈയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആദ്യം സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 43 പേരാണ് കൊല്ലപ്പെട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട സമാധാന കരാർ പ്രകാരമാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ചത്. ഈ കരാറിൽ നിന്നാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും പിന്നോട്ട് പോയിരിക്കുന്നത്. കരാർ ലംഘനം നടത്തിയതിന് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏഷ്യയിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിനെത്തിയ US പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിലാണ് ഒക്ടോബർ 26-ന് തായ്ലൻഡും കംബോഡിയയും സമാധാന കരാർ ഒപ്പിട്ടത്. തായ് സൈനികർക്ക് അതിർത്തിയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് തായ്ലൻഡ് കരാറിൽ നിന്ന് പിന്മാറിയത്. തായ്ലൻഡും കംബോഡിയയുമായി 817 കിലോമീറ്റർ അതിർത്തി ഉണ്ട്. അതിർത്തി മേഖലയിലെ പൗരാണിക ശിവക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണം. ഈ ക്ഷേത്രം തായ്ലൻഡിലാണെന്നാണ് രാജ്യാന്തര കോടതിയുടെ വിധി. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമിയെ ചൊല്ലിയാണ് സംഘർഷം. തായ്ലൻഡ് കംബോഡിയയിലെ ഒരു കാസിനോയിലും വ്യോമാക്രമണം നടത്തി. ഇവിടെ ഡ്രോൺ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് തായ് അധികൃതരുടെ ആരോപണം. കംബോഡിയയിലെ സൈനിക സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് മാത്രമാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് തായ് അധികൃതർ പറയുന്നത്. കാസിനോ ഡ്രോണുകൾക്കായുള്ള കമാൻഡ് സെൻ്റർ ആയിരുന്നുവെന്നാണ് തായ് സൈനിക വക്താവ് വിൻതായ് സുവാരി പറയുന്നത്. സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ തായ് ഭാഗത്തുള്ള താമസക്കാർ ഒഴിഞ്ഞുപോകാൻ തുടങ്ങിയതായി BBC റിപ്പോർട്ട് ചെയ്തു. ഇടയ്ക്കിടെ വെടിവെച്ചുകൾ കേൾക്കുന്നുണ്ടെന്നും പ്രദേശവാസി BBCയോട് പറഞ്ഞു. പ്രദേശവാസികൾ ഭയന്നു കഴിയുകയാണെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തായ്ലൻഡാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നാണ് കംബോഡിയ ആരോപിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ കംബോഡിയൻ സൈനികരെ തായ്ലൻഡ് ആക്രമിച്ചതായും തിങ്കളാഴ്ച പുലർച്ചെ തായ്ലൻഡ് കംബോഡിയൻ സേനയെയും സിവിലിയൻ സ്ഥലങ്ങളെയും ആക്രമിച്ചതായി കംബോഡിയയുടെ ദേശീയ പ്രതിരോധ മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് ജനറൽ മാലി സോജിയേറ്റു കുറ്റപ്പെടുത്തി. ടാങ്കുകൾ, വിഷവാതകം, പീരങ്കി എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി സോജിയേറ്റു ആരോപിച്ചു. വിഷവാതക ആരോപണങ്ങൾ കംബോഡിയ മുൻപ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അവ അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കംബോഡിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി തായ്ലൻഡ് വ്യക്തമാക്കി. എന്നാൽ കംബോഡിയയുടെ വിഷവാതക ആരോപണങ്ങളിൽ തായ്ലൻഡ് പ്രതികരിച്ചിട്ടില്ല. ആദ്യം ആക്രമിച്ചത് കംബോഡിയയാണെന്നാണ് തായ്ലൻഡ് പറയുന്നത്. കംബോഡിയയുടെ അതിർത്തിക്കടുത്തുള്ള തായ്ലൻഡിലെ ഉബോൺ രാജ്ചത്താനി പ്രവിശ്യയിലെ 3 ആശുപത്രികൾ പുതിയ സംഘർഷങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടിയതായി BBC റിപ്പോർട്ട് ചെയ്തു. ആദ്യം ആക്രമിച്ചത് തായ്ലൻഡാണെന്നാണ് കംബോഡിയ ആരോപിക്കുന്നത്. സമാധാന കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും കംബോഡിയ പറയുന്നു. സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും കംബോഡിയ ആവശ്യപ്പെടുന്നുണ്ട്.